രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടി നമ്മൾ അവരുടെ കാര്യങ്ങൾ ഓർക്കുക, അവരേതെങ്കിലും രീതിയിൽ വഴിവഴിച്ച് പോകുമോ എന്നുള്ള ആശങ്കകളെല്ലാം മനുഷ്യനും ഉള്ളത്. അത് മക്കളുള്ള എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് തന്നെ പറയാം അല്ലേ. തലമുറകൾ കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി അവരും ജീവിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴ് ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമം അറിയണമെങ്കിൽ അവനും ഒരു പിതാവാവണം, അവനും ഒരു മാതാവാവണം, അവളും ഒരു മാതാവാവണം എന്നുള്ള അവസ്ഥയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മാതാപിതാക്കളുടെ വിഷമം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടിനി ടോം കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യം, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള ലഹരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല എന്താ പറയുന്നത് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പിലെ യോദ്ധാവ് എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ ടിനി ടോം ഉണ്ടായിരുന്നു. ഒരു അംബാസഡറായിട്ടൊക്കെ ടിനി ടോം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ടിനി ടോമിൻ്റെ വാക്കുകളൊന്ന് വൈറലാവുകയും ചെയ്തു. സിനിമാ മേഖലയിൽ നടക്കുന്ന മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം യുവതലമുറയെ വഴിതെറ്റിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ തൻ്റെ മകനെ ഒരു കാരണവശാലും സിനിമയിൽ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ടിനി ടോമിൻ്റെ വാക്കുകളായിരുന്നു അന്ന് വൈറലാകുന്നത്. ഇപ്പം കുറച്ച് നാളായത് വന്നിട്ട് അന്ന് വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വന്നെങ്കിലും ഭൂരിപക്ഷവും ടിനി ടോമിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ടിനി ടോമിൻ്റെ മകനെ കഞ്ചാവുമായി പിടിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ടിനി ടോം എങ്ങനെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും പണ്ടത്തെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പം വൈറലാകുകയും അദ്ദേഹത്തെ എയറിലൊക്കെ കയറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. മകന് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതില്ല, അവർ വിട്ടുന്ന വെച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിൻ്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങി. ഇപ്പം പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കും. പക്ഷെ അതിൻ്റെ ആ ഫിലമെൻ്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. ഞാൻ യോദ്ധാവ് എന്ന് പറഞ്ഞും കേരള പോലീസിൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള ആ നീക്കത്തിലൊരു അംബാസഡറായിട്ട് തന്നെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരള പോലീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും നമ്മളെ യുവത്വത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് പെട്രോളിങ്ങിനിടയിൽ 4 യുവാക്കളെ പിടിക്കുന്നത്. അതിൽ ടിനി ടോമിൻ്റെ മകനുണ്ടായിരുന്നു. ഒന്ന് 4 ഗ്രാം കഞ്ചാവുമായിട്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളായിരുന്നു വന്നത്. 22-ാം തീയതി എങ്ങാണ്ടുമായിരുന്നു ഇത്. ഇപ്പം അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പക്ഷേ അന്ന് ടിനി ടോം അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പം സ്വന്തം മകന് അനുകൂലമായിട്ട് പോലും ടിനി ടോമിനെ സിനിമയിൽ വിടാൻ ആഗ്രഹിക്കാതിരുന്നത് കഞ്ചാവിൻ്റെ ഉപയോഗം തൻ്റെ ഒരു മകനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു അച്ഛൻ്റെ വ്യാകുലമായിരുന്നു അന്ന് തുറന്നു കാണിച്ചത്. ഇപ്പം അത് ടിനി ടോമിനെ ഏറിക്കയറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മാതാപിതാക്കൾക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും നമുക്കൊരു മകനാണ്, അവനെപ്പറ്റി നമുക്ക് വളരെ ഇതാണ്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് മകൻ ഉയരണമെന്നൊന്നുമില്ല ഇല്ലേ. എല്ലാ മാതാപിതാക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതാണ് പ്രശ്നം. ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം യുവാക്കളുടെ ഇടയിൽ കൂടുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ മകൻ അങ്ങനെയൊന്നും പോവില്ല, നമ്മുടെ മകൻ അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ അവരെങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് ഈ ടിനി ടോം എന്ന് പറയുന്നത് അച്ഛൻ്റെ വ്യാകുലകൾ അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് കൃത്യമായിട്ട് ആ മകൻ അത് ഉൾക്കൊണ്ടില്ല എന്ന് മാത്രം തിരഞ്ഞാൽ മതി. അദ്ദേഹത്തെ ഏറി പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എല്ലാ മനുഷ്യനും പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കയ്യെ അകലത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്കുള്ള ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്ന സാധനം. കാരണം ആർക്കും എന്തും സംഭവിക്കാം. നമ്മളിപ്പം ഞാൻ ഘോരം ലഹരിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എൻ്റെ മകന് എന്താ കാട്ടിക്കൂട്ടെന്ന് നമുക്കറിയില്ല. എന്നിട്ട് നാളെ വന്ന് നിങ്ങൾ പറയുക നിൻ്റെ മകൻ അങ്ങനെ ആയി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ തലമുറ, അത് ഏത് മക്കളായിക്കോട്ടെ, ബോധവൽക്കരിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കെ നമ്മൾ പരമാവധി ശ്രമിക്കും. പക്ഷെ അത് കേൾക്കണമെന്ന് അവർക്കില്ല. ഇത് മാത്രമല്ല, ഏത് കാര്യങ്ങളും, ഈ ലഹരിയുടെ മാത്രമല്ല, ഏത് കാര്യങ്ങളും യുവതലമുറ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ യുവതലമുറ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നാളത്തെ തലമുറ ചിന്തിക്കുന്നത്. ഒത്തിരി വ്യത്യാസമുണ്ട്. അതിന് പലരും ടിനി ടോമിക്കിനെതിരെ അദ്ദേഹത്തെ എയറിലാക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടൊക്കെ കമൻറ്റുകൾ കണ്ടു. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യമില്ല. അദ്ദേഹം അന്ന് പറയാനുള്ളത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയുള്ള ചിന്തകളാണ് പറഞ്ഞത്. അത് ഉൾക്കൊള്ളാൻ ആ മകന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് ചിന്തിച്ചാൽ മതി. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഏതായാലും 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിലൊന്ന് ടിനി ടോമിൻ്റെ മകനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും വാർത്തകളൊക്കെ പുറത്തു വന്നു. എന്ത് ചെയ്യാനാ, ടിനി ടോം വീണ്ടും എയറിലായി. ഞാൻ നോക്കിയിട്ട് എയറിലാണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ആ വിഷമം തുറന്നു പറഞ്ഞു. അതാ മകൻ ഉൾക്കൊണ്ടില്ല, അതിൻ്റെ കാര്യം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.